ഈശോയിൽ സ്നേഹമുള്ളവരെ, ഓഗസ്റ്റ് 15 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗ ആരോപണ തിരുനാള് തിരുസഭ കൊണ്ടാടുകയാണല്ലോ. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഈശോയുടെ സ്വർഗ ആരോഹണവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗ ആരോപണവും തമ്മിലുള്ള വ്യത്യാസം എന്ന്. ഈശോയുടെ സ്വർഗ ആരോഹണ തിരുനാളും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗ ആരോപണ തിരുനാളും തമ്മിലുള്ള വ്യത്യാസം. ഈശോയുടെ സ്വർഗ ആരോഹണ തിരുനാൾ എന്ന് പറഞ്ഞാൽ, ഈശോ ദൈവപുത്രനായതിനാലും തന്നിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ ഈശോ സ്വമേധയാ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിനെയാണ് സ്വർഗ ആരോഹണം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഇനി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗ ആരോപണ തിരുനാൾ എന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുക? പരിശുദ്ധ കന്യകാമറിയം ഒരു സൃഷ്ടിയായതിനാലും ദൈവത്തിന് അവളോടുള്ള സവിശേഷമായിട്ടുള്ള കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൈവപുത്രന്റെ മാതാവ് എന്ന പ്രത്യേക സ്ഥാനത്തിനും കൊടുക്കുന്ന ബഹുമതിയുടെ അടയാളമായി ദൈവം ആത്മശരീരങ്ങളോടെ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് എടുത്തു, അല്ലെങ്കിൽ കരേറ്റി. അതിനെയാണ് സ്വർഗ ആരോപണം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. 1950 നവംബർ 1 12 പിയൂസ് മാർപ്പാപ്പയാണ് സഭയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗ ആരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. മുനിസിഫിസെന്തിമൂസ് ദേവൂസ് എന്ന അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗ ആരോപണം ഒരു വിശ്വാസ സത്യമായിട്ട് സഭയിൽ 12 പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യമാണ്, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വണക്കം അത് ആരാധനയാണോ, അല്ലെങ്കിൽ വിശുദ്ധർക്ക് നമ്മൾ കൊടുക്കുന്ന വണക്കം തന്നെയാണോ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. സഭയിൽ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ആരാധനയ്ക്ക് ദൈവശാസ്ത്രപരമായി പറയുന്ന ഒരു പദം ലാത്രിയ എന്ന പദമാണ്. ലാത്രിയ എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തിന് കൊടുക്കുന്ന സവിശേഷമായിട്ടുള്ള ആരാധന. അതിനെയാണ് ലാത്രിയ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക. ഈ ആരാധന മറ്റാർക്കും കൊടുക്കുന്നില്ല, അത് ദൈവത്തിന് മാത്രം അർഹതപ്പെട്ട ആരാധനയാണ്. അതിനെയാണ് ലാത്രിയ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക. ഇനി പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന വണക്കത്തെ സഭ ദൈവശാസ്ത്രപരമായി സൂചിപ്പിക്കുന്ന വാക്ക് ഹൈപ്പർദൂളിയ എന്ന പദം കൊണ്ടാണ്. ഹൈപ്പർദൂളിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ വെനറേഷൻ, ഉപരിയായിട്ടുള്ള മഹത്വം. ആരിൽ നിന്നും ഉപരിയായിട്ടുള്ള മഹത്വം? വിശുദ്ധരിൽ നിന്നും മാലാഖമാരിൽ നിന്നുമൊക്കെ ഉപരിയായിട്ടുള്ള ഒരു വണക്കത്തിന് പരിശുദ്ധ കന്യകാമറിയം അർഹയാണ്. അവൾ ദൈവപുത്രന്റെ അമ്മയായി ദൈവം തെരഞ്ഞെടുത്തവളാണ്. അതിനാൽ അവൾ എല്ലാവരെക്കാളും, മാലാഖമാരെക്കാളും വിശുദ്ധരെക്കാളും ഉപരിയായിട്ടുള്ള ഒരു വണക്കത്തിന് പരിശുദ്ധ കന്യകാമറിയം അർഹയാണ്. അതുകൊണ്ടാണ് ഹൈപ്പർദൂളിയ എന്ന പദം കൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകുന്ന വണക്കത്തെ സഭ സവിശേഷമായിട്ട് കാണിക്കുക. ഇനി മറ്റൊരു വണക്കമാണ് ധൂളിയ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക. ധൂളിയ എന്ന പദം വണക്കം, അതായത് വിശുദ്ധർക്ക് നൽകുന്ന വണക്കത്തെയാണ് ധൂളിയ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിശുദ്ധരും ഈ ലോകത്തിൽ വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിട്ടുള്ളവരായതിനാൽ അവരെ പ്രത്യേകമായിട്ട് വണങ്ങുന്നതിനെയാണ് ധൂളിയ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം അതിനും ഉപരിയായിട്ടുള്ള ഒരു മഹത്വമാണ് സ്വർഗം നൽകുക. അതുകൊണ്ടാണ് ഹൈപ്പർദൂളിയ എന്ന പദം പ്രത്യേകമായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള വണക്കത്തെ സൂചിപ്പിക്കുവാനായിട്ട് സഭ ഉപയോഗിക്കുക. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ മറ്റുള്ള വിശുദ്ധരെ പോലെയല്ല സഭ വണങ്ങുക, മറിച്ച് അവരെക്കാൾ ഉപരിയായിട്ടുള്ളതും, എന്നാൽ അത് ലാത്രിയ എന്ന ദൈവാരാധന അല്ല എന്നതുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഒരു ഗ്രേറ്റർ വെനറേഷൻ ആണ് പരിശുദ്ധ കന്യകാമറിയത്തിന് സഭ കൽപ്പിച്ച് നൽകുക. തീർച്ചയായിട്ടും അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ട് ദൈവസന്നിധിയിൽ എന്ന് നമുക്ക് മറക്കാതിരിക്കാം. നമ്മള് അഡ്വക്കേറ്റ് എന്ന പദം, വക്കീല് എന്ന പദം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? നമുക്ക് വേണ്ടി ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കോടതിയിലും മറ്റും വാദിക്കുന്നവരാണ് അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ വക്കീലുമാര്. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രത്യേകമായ രീതിയിൽ മാധ്യസ്ഥം വഹിക്കുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയം ഈശോയുടെ അമ്മയാണ്. അതുപോലെ തന്നെ നാം ഓരോരുത്തരുടെയും അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് തന്നെ തൻ്റെ മാതൃസഹജമായ വാത്സല്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. പാപത്തിൽ വീഴാതെ, ലൗകിക മാലിന്യങ്ങളിൽ പെട്ടുപോകാതെ, രക്ഷയുടെ മാർഗത്തിൽ നാം ജീവിക്കുന്നതിനു വേണ്ടി, രക്ഷയിലേക്ക് നടന്നെടുക്കുന്നതിനു വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി ശക്തിയേറിയ മാധ്യസ്ഥം വഹിക്കുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് ഈ സ്വർഗാരോപണ തിരുനാൾ നാം കൊണ്ടാടുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കാം. അമ്മ നമ്മളോട് കാണിക്കുന്ന കരുതലും വാത്സല്യത്തിനും നമുക്ക് അമ്മയോട് നന്ദിയുള്ളവരാകാം. അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ലൗകികമായിട്ടുള്ള തെറ്റുകളിൽ പെട്ട് പോകാതെ സ്വർഗരാജ്യം ആകുന്ന രക്ഷയിലേക്ക് നോക്കിപ്പാർത്തുകൊണ്ട് നടന്നടക്കുന്നവരാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ സ്വർഗാരോപണ തിരുനാൾ കൊണ്ടാടാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.